Hi friends, welcome to Rasfi's kitchen. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് നോമ്പ് തുറക്കുന്ന ടൈമിലേക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിന്റെ റെസിപ്പിയുമായിട്ടാണ്. അതായത് ചെറുനാരങ്ങയും പുതിനയൊക്കെ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കി എടുക്കുന്ന ഒരു സർബത്തിന്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു സർബത്ത് നമുക്ക് ഫ്രിഡ്ജിൽ 2 മാസം വരെ കേട് കൂടാതെ സൂക്ഷിക്കാനും പറ്റും. അതുപോലെ തന്നെ നമുക്ക് നോമ്പ് തുറക്കുന്ന ഒരു 5 മിനിറ്റ് മുമ്പ് അങ്ങ് കലക്കി എടുക്കാനേ ഉള്ളൂ. അത്രയ്ക്ക് ഈസി ആയിട്ടുള്ള ഒരു സർബത്തും കൂടാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം, എന്നാൽ മാത്രമേ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇനി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഞാനൊരു ജ്യൂസ് അടിക്കുന്ന മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് പുതിനയുടെ ഇലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1/2 കപ്പ് വെള്ളമാണ്. അതും കൂടെ ഞാൻ അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിതങ്ങ് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു അരിപ്പയിലൂടെ അങ്ങ് ഒഴിച്ചിട്ട് അതിൽ വന്നിട്ടുള്ള വേസ്റ്റൊക്കെ നമുക്കങ്ങ് ഒഴിവാക്കിയെടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ വീഡിയോസ് കാണുന്ന ഫ്രണ്ട്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. ഇപ്പം പുതിനയുടെ ആ ഒരു ജ്യൂസ് മൊത്തമായിട്ട് അങ്ങ് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിലോട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് ഷുഗറാണ്. അപ്പോൾ ഞാൻ 2 കപ്പ് ഷുഗറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഫ്ലെയിം അങ്ങ് ഓൺ ചെയ്യുക. എന്നിട്ട് ആ ഷുഗർ ഒന്നങ്ങ് ഡിസോൾവ് ചെയ്തെടുക്കണം. ഇപ്പം ഷുഗർ മൊത്തമായിട്ട് അങ്ങ് ഡിസോൾവ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള പുതിനയുടെ ജ്യൂസ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ കിടന്നിട്ട് നന്നായിട്ട് തിളക്കട്ടെ. അതുവരെ ഇതുപോലെ നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുക. ഇപ്പം ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് 1 ടീസ്പൂണ് ബ്ലാക്ക് സോൾട്ടാണ് ആഡ് ചെയ്ത് കൊടുത്തത്. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ തന്നെ നോർമലായിട്ടുള്ള സോൾട്ടും അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റോസ്റ്റ് ചെയ്തിട്ടുള്ള ക്യൂമിൻ്റെ പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് ചെറിയ ജീരകത്തിൻ്റെ പൗഡറും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ആ ഒരു ഫ്ലേവർ ഇഷ്ടമുള്ള ആളുകൾക്ക് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷെ ആ ഒരു ഫ്ലേവറും കൂടി ഇതിൽ ആഡ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ്. അത് ഇഷ്ടമുള്ളവർക്ക് ആഡ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം, ഓപ്ഷണലാണ്. ഇനി നമുക്കിതൊരു 10 മിനിറ്റും കൂടി ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് അങ്ങ് ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പം നമുക്ക് നല്ല സിറപ്പായിട്ട് തന്നെ കിട്ടും. ഇനി കയ്യിൽ ബ്ലാക്ക് സോൾട്ട് ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ നമ്മുടെ ഒരു സർബത്തിനുണ്ടാവും. ഇപ്പോൾ ഏകദേശം അങ്ങ് വറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ടൈമും കൂടെ ഒന്നും കൂടി അങ്ങ് വറ്റിച്ചെടുക്കാം. ഇപ്പം സർബത്ത് നന്നായിട്ട് അങ്ങ് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഈ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് 1/4 കപ്പ് ചെറുനാരങ്ങയുടെ നീരങ്ങ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തണുക്കാനൊന്നും നിൽക്കണ്ട. നമ്മുടെ ആ ഒരു ഫ്ലെയിം ഓഫ് ചെയ്ത ഉടനെ തന്നെ നമുക്കതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ജ്യൂസിൻ്റെ ഗ്ലാസ്സിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിലേക്കും ഒരു 2-3 ടേബിൾ സ്പൂൺ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു സിറപ്പ് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 3-4 ഐസ് ക്യൂബ്സും കൂടി അതിൻ്റെ കൂടെ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുക. ഇപ്പം നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സർബത്തും കൂടെയാണ് ഈ ഒരു സിറപ്പ് നമ്മൾ വീട്ടിൽ തയ്യാറാക്കി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. പിന്നെ നമ്മളിതിലേക്ക് ഐസ് വാട്ടറും കൂടെ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള സർബത്ത് തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നോമ്പിനൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു സർബത്താണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇനിയും ഇതുപോലുള്ള ന്യൂ റെസിപ്പീസുമായി വരുന്നവരേക്കും ബായ്, അസ്സലാമു അലൈക്കും.